എന്തു പറ്റി മുൻഷിയെ പോലെ നിൽക്കുന്നേ? കഴിഞ്ഞ വീഡിയോ നല്ലോണം റീച്ച് ആയിട്ടുണ്ട്. ഏകദേശം 30 ലക്ഷം പേരോളം കണ്ടത്. പക്ഷെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒത്തിരി പേര് തെറിവിളി പാവം കോഴി അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഒന്നും അറിഞ്ഞൂടാത്തവരെ പോലെ കളിയാക്കുന്ന എല്ലാം കൂടെ ആയപ്പോൾ ഇൻസൾട്ടായി. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ കാരണം. കഴിഞ്ഞ ആഴ്ച കോഴിയുടെ ചുണ്ട് കരിക്കുന്ന ഒരു വീഡിയോ ഇട്ട് മുട്ട കുത്തി കുടിക്കുന്നത് കൊണ്ട് മാത്രം. ആ സെയിം കോഴി തന്നെ. അപ്പം ഒരാഴ്ച കഴിഞ്ഞ് ചുണ്ടിന്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരണം കേട്ടോ. ഇത് യൂഷ്വലി എല്ലാ ഫാമിലും ചെയ്യുന്നൊരു പ്രോസസ്സ് തന്നെയാണ്. കണ്ടോ, മെഷീൻ വെച്ചിട്ട് ഒരാഴ്ച പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞിൻ്റെ ചുണ്ട് കരിച്ച് കളയുന്നതാണ്. ഏകദേശം കാൽഭാഗത്തോളം ഈ ഷാർപ്നെസ് ഒക്കെ എല്ലാം തിരിച്ചു വന്നതുണ്ടോ? ആ കൂർപ്പെല്ലാം അതുപോലെ വന്നതുണ്ടോ? നമ്മുടെ നഖം വെട്ടുന്നതനുസരിച്ച് വളർന്നു വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കോഴിയുടെ ചുണ്ടും എത്ര വെട്ടിയാലും എത്ര കരിച്ചു കളഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് പഴയപടി തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. ചില ആൾക്കാർ ചോദിച്ചു വെട്ടി കളഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. വെട്ടിയാലും കരിച്ചാലും സെയിം എഫക്റ്റ് തന്നെയാണ്. വരേണ്ടത് വരെ തന്നെ ചെയ്യും, തിരിച്ചു വരും കേട്ടോ. ഇത് കാൽഭാഗത്തോളം ഈ റെഡിഷ് കളർ കാണുന്നത് വരെ നമുക്ക് കരിച്ച് കളയാവുന്നതാണ്, ഈ എൻ്റെ നഖം ഇരിക്കുന്നത് വരെ. ഇത് യൂഷ്വലി എല്ലായിടത്തും നിങ്ങൾ പരീക്ഷിച്ച് വിജയിച്ച ടെക്നിക്ക് തന്നെയാണ്. ഇതിപ്പം എവിടെയോ കൊണ്ട് മുറിഞ്ഞിരിക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ ബ്ലീഡ് ആകുന്നുണ്ടോ? ഇവിടെയോ കൊണ്ട് മുറിഞ്ഞതാണ്. അപ്പോൾ ആ ഭാഗം എല്ലാം ഈ ഭാഗത്തൊക്കെ ബ്ലീഡാവും. നമുക്ക് കുഞ്ഞ് അതിൻ്റെ കൊമ്പ് മാത്രം, അതിൻ്റെ ഷാർപ്നെസ് മാത്രം അങ്ങ് നമുക്ക് കരിച്ച് കളയുകയോ വെട്ടിക്കളയുകയോ ചെയ്യാം കേട്ടോ. ഈ ചുണ്ടിൻ്റെ അറ്റം വെട്ടിയാലും വേദനിക്കത്തില്ല, അതുപോലെ തന്നെ കരിച്ചാലും വേദനിക്കത്തില്ല. ഡെഡ് സെല്ലാണ്. കോഴിയുടെ അട തെളിയിക്കാനുള്ള ഒരു മാർഗ്ഗം ഞാൻ ഈ പറഞ്ഞുതരാം. ഇത് നട്ടറിവ് തന്നെ. കോഴിയാണ്, സ്വന്തമായിട്ട് അട ഇടിക്കേണ്ട ജീവിയാണെന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ടി വഴക്കും പറയരുത്. ഒരു വീട്ടിൽ ഒരു കോഴിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വളർത്തുന്നവർക്ക് അറിയാം. കുറെ കാലം കൊണ്ട് കോഴി അട ഇരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി മുട്ട നമുക്ക് ലോസാവും. അപ്പോഴേക്കും ഈ കോഴിയെ നമുക്ക് അട തെളിയിക്കുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ചെറിയൊരു കുറയാവുക, അതിന് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ വേണം കേട്ടോ. പ്ലാസ്റ്റിക് കവറിന്റെ അറ്റത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു വള്ളി എങ്ങ് കെട്ടി കൊടുക്കാം. ഞങ്ങളുടെ സെലിബ്രിറ്റി കോഴിയാട്ടോ ഇത്. ഉണ്ടോ? ഇത്രയും നീളം, 1 ഇഞ്ച് 1.5 ഇഞ്ച് നീളം. അത് വെച്ച് കട്ട് ചെയ്യാം. ഇത് കെട്ടേണ്ട രീതി സാധാരണ കെട്ടും പോലെ കെട്ടിയതിന് ശേഷം തിരിച്ച് കെട്ട് മുറുകാത്ത രീതിയിൽ തന്നെ കെട്ടണം. ഇത് ലൂസായിട്ട് കെട്ടി നിൽക്കേണ്ടതാണ്. നമ്മൾ സാധാരണ കയറ് ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ ഒരു കെട്ടിയിട്ട് നിർത്താം. വീണ്ടും ഒരു കെട്ട് അതിൻ്റെ മുകളിൽ കൊടുക്കണം. ഇത് ഒരു കാരണവശാലും മുറുകരുത്. കോഴിയുടെ കാല് ഇത്രയും ലൂസായിട്ട് തന്നെ നിൽക്കുക കേട്ടോ. വേണ്ട, ഇത്രയും ലൂസ് വേണം. കോഴിയുടെ കാല് ഇത്രയും ലൂസ് വേണം. അല്ലാതെ ഇറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വേദനിക്കും, കോഴിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കും. അതുപോലെ കാല് മുറിച്ച് കളയേണ്ട സിറ്റുവേഷൻ വരും കേട്ടോ. ഇതിന് ശേഷം ഇതുപോലെ കവറിൻ്റെ അറ്റ ഇങ്ങനെ ഈ ഒരു കിലുക്കം വേണം. ഇതാണ് ഈ കോഴിയെ പേടിപ്പിക്കുന്നത്. ഒരിടത്ത് ചെന്ന് ഇരിക്കാൻ നോക്കുമ്പോഴേക്കും ഈ കിലുക്കം കാരണം പേടിച്ചോടും. അങ്ങനെയാണ് ഈ കോഴി അട തെളിയുന്നത്. ഇരിക്കാൻ സമ്മതിക്കരുത്. അതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഏകദേശം 1.5 ആഴ്ച അട കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എങ്കിലേ പെട്ടെന്ന് തെളിയുള്ളൂ. അതിനുശേഷം എന്നറിയാവോ, വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം 2-3 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് മുട്ടയിടുന്ന സിറ്റുവേഷനിലോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാനിതിപ്പോൾ വിട്ട് കാണിച്ചു തരാം. വിട്ടുമ്പോഴേക്കും ചാടി പറന്നൊക്കെ നടക്കും. അതുകൊണ്ട് കണ്ട് പേടിക്കരുത്, നോക്കിക്കോളൂ. ഈ അട തെളിയുന്ന ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ. സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.